അങ്ങനെ രാത്രി നല്ല സുഖമായി ഉറങ്ങിയതുകൊണ്ട് രാവിലെ നേരത്തെ എണീക്കാനായി. ഞാനിതാ ഈ കല്യാണത്തിന് പോകുമ്പോൾ ഇടുന്ന ചുരിദാറൊക്കെയാണ് കേട്ടോ വയനാട്ടിൽ വന്നിട്ടിട്ടത്. കാരണം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ പെരുന്നാൾക്ക് എനിക്ക് എടുത്ത ഡ്രസ്സാണിത്. പക്ഷേ പെരുന്നാൾക്ക് എങ്ങോട്ടും പോകാനില്ലാത്തതുകൊണ്ട് ഞാനിത് ഇട്ടിട്ടില്ലേ. ഏതായാലും വയനാട്ടിലേക്ക് വരുമ്പോൾ ഇത് ഇടാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടുത്തെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഇന്നലത്തെ പോലല്ല, ഇന്ന് നല്ല കാലാവസ്ഥയേനി. അധികം വെയിലൊന്നും ഇല്ലാതെ നല്ലൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ടായിനി. അങ്ങനെ ഞങ്ങള് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. വയനാട്ടില് ഒരുവിധം എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയിട്ടുണ്ട്. എത്ര വട്ടം പോയാലും മടുക്കാത്തൊരു സ്ഥലമാണ് വയനാട്. ഇന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും എങ്ങനെ അറിയില്ല. വയനാട്ടിലേക്ക് എത്ര വട്ടം വന്നാലും ഇവിടെ മടുക്കൂല. പെട്ടെന്നൊക്കെ ഒരു ട്രിപ്പ് പോവാന് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചോദിച്ചാല് ആദ്യം മനസ്സിലേക്ക് വരിക വയനാടാണ്. അങ്ങനെ ഞങ്ങള് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങി. പോണ വൈമല് ഒരു ക്യൂട്ട് ഫാമിലീനെ കണ്ട്. ഇവരാണ് ആ ഫാമിലി. ഞങ്ങളൊന്ന് കാട്ടിലൂടെ യാത്ര ചെയ്യാന്ന് വിചാരിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാട്ടിലൂടെയുള്ള യാത്ര. കാരണം എന്താ പറയുക, ഭയങ്കര സമാധാനം കിട്ടണ മാരത്തൊരു ഫീലാണ് ഈ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്. നഗരത്തിലുള്ള ശബ്ദ കോലാഹലങ്ങളെക്കാളും എന്തുകൊണ്ടും നല്ലത് ഈ കാടിന്റെ നിശബ്ദതയാണ്. ചീവീടിന്റെ സൗണ്ടിനൊക്കെ ഇത്രയും ഭംഗിയുണ്ടോന്ന് അറിയണമെങ്കിൽ ഈ കാടിന്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യണം കേട്ടോ. പടച്ചോൻ എന്ത് രസമായിട്ടാണ് ഈ ഭൂമിനെ ഉണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ കഴിയണത്. മരത്തിന്റെ ഇടയിലൂടെ ആകാശത്തിന്റെ ആ ഒരു വ്യൂ കാണുമ്പോൾ ആകാശത്തിന്റെ ഒക്കെ ഭംഗി ഒന്നും കൂടെ ഇരട്ടിച്ച മാതിരി തോന്നും.